ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അയ്യോ എന്റെ ഈശ്വര, പെരുമാൾ സാറല്ലേ? ഓ, എന്താ ഇവിടെ എത്ര കാലമായി കണ്ടിട്ട്? ഞാൻ അരവിന്ദാക്ഷനെ കാത്തു നിൽക്കായിരുന്നു. അയ്യോ ചുമ്മാ ഒരു തന്നെ കളിയാക്കാ സാറേ. അരവിന്ദാക്ഷൻ ഇവിടെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നടപ്പൊക്കെ തുടങ്ങിയത് അടുത്താ. പണ്ട് CM-നോടൊപ്പം തുടങ്ങിയത് അങ്ങ് ക്ലിഫ് ഹൗസിൽ. ഇപ്പൊ എനിക്ക് ശീലമായി. സഖാവിനും കൂടെ വേണ്ടിയാ ഞാനിപ്പോ നടക്കുന്നത്. എന്നിട്ട് തടി അങ്ങോട്ട് കുറയുന്നില്ലല്ലോ. അതെങ്ങനെ കുറയും? അദ്ദേഹത്തിന്റെ ഭക്ഷണം കൂടെ അല്ലയോ ഞാനിപ്പോ വിഴുങ്ങുന്നത്. CM-ന്റെ മരുന്നൂടെ കഴിക്കേണ്ടി വരുമോ? സാർ സീരിയസ് ആയിട്ട് പറഞ്ഞോണോ എന്നെ കാത്തു നിൽക്കായിരുന്നു? വല്ല ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണോ? ഞാൻ പറയാം. അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ CM കേൾക്കും. സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് അരവിന്ദാക്ഷനെ കൊണ്ട് വേറൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ചില ജോലികൾ അരവിന്ദാക്ഷനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോകും. പിന്നെ എന്നെ കളിയാക്കുകയല്ലേ? അല്ല, ഈ ഡൽഹിയിൽ ഒരു കൂട്ടരുണ്ട്, ഇന്റലിജൻസുകാർ. അവരിടയ്ക്കിടയ്ക്ക് സിനിമാ നോട്ടീസ് പോലെ ഓരോരോ കടലാസ് ഇങ്ങോട്ട് അയക്കും. തീവ്രവാദം, ഭീഷണി എന്നൊക്കെ പറഞ്ഞു. അരവിന്ദാക്ഷൻ പേപ്പറിലൊക്കെ വായിക്കാറില്ലേ? CM-ന് വധഭീഷണി SMS-ലൂടെ, ഇമെയിലിലൂടെ എന്നൊക്കെ. അതിലൊന്നും കാര്യം ഉണ്ടായിട്ടല്ല. പോലീസിന് അന്വേഷിച്ചേ പറ്റൂ. പോലീസ് എപ്പോഴും ജാഗരൂകരായിരിക്കണം. സാറെന്താ അവസാനം പറഞ്ഞത്? ജാഗരൂകരായിരിക്കണം. കിട്ടുന്നില്ല. എന്താ സാർ അതിന്റെ അർത്ഥം? ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്ന്. സാർ ഇപ്പൊ അതിന്റെ അന്വേഷണത്തിലാണോ? അതും പെടും. അരവിന്ദാക്ഷൻ ഒന്ന് സഹായിക്കോ? സഹായം ഒന്നും സാറ് പറയരുത്. അരവിന്ദാക്ഷ ഇത് ചെയ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. CM-ന്റെ ഓഫീസിലും വീട്ടിലും മറ്റാരെക്കാളും സ്വാതന്ത്ര്യം അരവിന്ദാക്ഷനുണ്ട്. അതോ പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. ഒന്നിന് 10 ഇരട്ടിയായിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരും. അരവിന്ദാക്ഷനാവുമ്പോ അതിന്റെ നാക്കിന് ഇരുചവി അറിയാതെ കാര്യങ്ങൾ നടക്കും. CM-ന്റെ ഓഫീസിലും വീട്ടിലുമുള്ള ജോലിക്കാരെ കുറിച്ചും അവിടെ വന്നു പോകുന്ന വിസിറ്റേഴ്സിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. തൽക്കാലം ഇത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട്. എന്താ പേര്? ആശ. വലിയ ഉപകാരം. നമുക്ക് പുറത്തിറങ്ങി കുറച്ച് നടക്കാം. നീ പോയി പണി നോക്കുക അച്ഛേ. ഇത്തിരി മുമ്പല്ലേ നീ എന്നെ കൊണ്ട് കൈയും കാലം പിടിച്ച് കോസ്റ്റ് കാണിപ്പിച്ചത്? മുന്നേ ചെയ്തത് ഇൻഡോർ എക്സസൈസാ. അത് പോരാ, കുറച്ച് നടപ്പും വേണം. ഡോക്ടർ ജോൺ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡെയിലി നടത്തിക്കണമെന്ന്. അധികം വേണ്ട, ഒരു 10 മിനിറ്റ്. കുറച്ച് കഴിയട്ടെ. അല്ല, എനിക്ക് എന്നു മുതല് ഓഫീസിൽ പോയി തുടങ്ങാം? ഡോക്ടർ ജോൺ പറഞ്ഞല്ലോ 2 വീക്സ് റെസ്റ്റ് എന്ന്. ഒരു ചായ. പാലൊഴിക്കണ്ട. എവിടെയാടാ? നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ ദിവസം വരുന്നുണ്ട്. എന്താ? ഇന്നലെ ഒരു ദിവസം വന്നില്ല. എണ്ണം കൂടിയിട്ടുണ്ടല്ലോ. ഹലോ, ഞാനിപ്പോ ഒരു മീറ്റിംഗില്ല. പറയാന്നേ, പിന്നെ വിളിക്കേ. എന്താ അരവിന്ദ? ഹനുമാർ സ്വാമിക്ക് നേദിച്ച പഴമാ. ഇത് സഖാവിന് കൊടുക്കാവോ? അയ്യോ, കൊടുക്കാറായിട്ടില്ല അരവിന്ദ. കഫക്കെട്ടുണ്ടാവും. കോവിലിലെ പ്രസാദം ഇത്തിരി മതി. എന്റെ ഒരു ആഗ്രഹം. സഖാവിന് പ്രസാദമൊക്കെ ഇഷ്ടാ. പുറത്താരോടും പറയരുത്. അസുഖം വരുന്നതിന് മുമ്പ് പായസം അരുവണൊക്കെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹം വാങ്ങി കഴിച്ചിട്ടുമുണ്ട്. ഇതും കൂടി.